ഇന്ന് ചേരാൻ നിശ്ചയിച്ചിരുന്ന PM ശ്രീ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നില്ല. ഉപസമിതിയിൽ അംഗങ്ങളായ മന്ത്രിമാർ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലായതാണ് കാരണം. യോഗം ചേരാത്തതിനാൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീ വരില്ല. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി. അസ്ലം, സ്വാഭാവികമായി ഇന്ന് PM ശ്രീ വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ വിഷയം ചർച്ച ചെയ്യില്ലെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? കഴിഞ്ഞ UDF യോഗം ഇക്കാര്യത്തിൽ തത്വത്തിലൊരു തീരുമാനം എടുത്ത സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി മന്ത്രിസഭ ഉപസമിതി ചേർന്ന് റിപ്പോർട്ട് ഫൈനലാക്കാനും അങ്ങനെ അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കാനുമായിരുന്നു ധാരണ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി PM ശ്രീയുടെ മന്ത്രിസഭാ ഉപസമിതി യോഗം വെക്കുകയും ചെയ്തു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയും ബിജു അല്ലാതെ ബാക്കി രണ്ടുപേരും, പ്രത്യേകിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരായ റോജി M. ജോണും PC വിഷ്ണുനാഥ് രണ്ടുപേരും അതത് ജില്ലകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഇന്ന് ആ യോഗത്തിനെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭ ഉപസമിതി നടന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും നാളത്തെ മന്ത്രിസഭ യോഗത്തിൽ PM ശ്രീ വരാനും സാധ്യതയില്ല. ഒരുപക്ഷെ അടുത്ത ആഴ്ച മന്ത്രിസഭ ഉപസമിതി ചേർന്ന് റിപ്പോർട്ട് ഫൈനൽ അന്തിമമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും മന്ത്രിസഭ അത് പരിഗണിക്കുക. എന്തായാലും അത് മുന്നോട്ട് പോകാൻ ഏറെക്കുറെ തത്വത്തിൽ തീരുമാനിച്ചത്. അതേസമയം ഇതിനെ സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങളോട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സിലബസ് കൈകടത്തില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ചർച്ച മന്ത്രിസഭ ഉപസമിതിയിലുണ്ടാവും. ഉപസമിതിയിൽ ഇതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പറയുന്ന മന്ത്രിമാർ അടക്കമുണ്ട്. എന്തായാലും മന്ത്രിസഭ ഉപസമിതി ഈ ആഴ്ച നാളെ ചേരില്ല. ഈ മന്ത്രിസഭാ യോഗം പരിഗണിക്കത്തുമില്ല. വരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഒരുപക്ഷെ PM ശ്രീ പരിഗണിക്കുക.